പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ സമകാലിക ലോക ചുറ്റുപാടുകളെ വിലയിരുത്തി 24 ന്യൂസ് ചാനലിൻ്റെ മാധ്യമ പ്രവർത്തകനും വാർത്താ അവതാരകനുമായ ഹാഷ്മി പറഞ്ഞ വാക്കുകൾ നമ്മൾ ചിന്തിച്ച് തലയിൽ കൈവച്ചിരുന്നു പോയതാണ്. ലക്ഷക്കണക്കിന് വ്യക്തികൾ വിവിധ മാധ്യമങ്ങളിൽ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളുടെ പരമ്പരകൾ കേട്ട് അയ്യോ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണോ ഇത് നടക്കുന്നത്, ചങ്കത്ത് കൈവച്ച് വല്ലാതെ ഭയപ്പെട്ട് പകച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ കേരളത്തിൽ നിൽക്കുന്നത്. പ്രബുദ്ധ കേരളത്തിൻ്റെ പിന്നിട്ട ചില ദിവസങ്ങളിലെ ആഴ്ചകളിലെ ചരിത്രം സംഭവങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ചോരയിൽ ആറാടിയ നിന്റെ ഞെട്ടിപ്പിക്കുന്ന വിശകലനങ്ങൾ മാത്രമേ നമുക്ക് കേരള ജനതയുടെ മുമ്പിൽ പൊതുവെ നിന്ന് പറയുവാൻ പറ്റത്തുള്ളൂ. തിരുവനന്തപുരത്ത്, ഞാൻ പാർക്കുന്ന തിരുവനന്തപുരം പട്ടണത്തിൻ്റെ തിരുവനന്തപുരം പട്ടണത്തിൽ വെള്ളറയിൽ കിളിയൂരിൽ പ്രതീക്ഷകളോടെ അപ്പൻ അയച്ച മകൻ, അമ്മ പ്രാർത്ഥനയോടെ പഠിക്കാൻ വേണ്ടി ചൈനയിൽ അയച്ച മകൻ പഠനം പൂർത്തിയാക്കി നാട്ടിൽ വന്നു. കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പട്ടണമായ കൊച്ചിയിൽ പോയി അടുത്ത പഠനം തുടരവേ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവിക ബന്ധങ്ങളിൽ നിന്ന് വഴിവിട്ടുപോയി. മകന്റെ മേൽ ഉഗ്രകോപവും പൈശാചിക സാന്നിധ്യമുണ്ടായി. വിരളിയിലാണ്ട് ദൈവത്തെ വിട്ടുപോയ മകൻ വീട്ടിൽ വന്നു. നിഗൂഢമായ ലക്ഷ്യങ്ങളോടെ വീട്ടിൽ പൈശാചിക ക്രിയകളും ആരാധനകളും ആരംഭിച്ചു. നമ്മൾ ഞെട്ടലോടെ അല്ലയോ 10 ദിവസത്തിന് മുമ്പ് നമ്മൾ വായിച്ചത്? ഉച്ചയൂണ് കഴിഞ്ഞു കിടന്ന 70 വയസ്സായ അപ്പൻ്റെ കഴുത്തിന് നോക്കി ഈ ഓമനപുത്രൻ, ഏകപുത്രൻ അപ്പനെ കൊല്ലുക എന്ന നിഗൂഢമായ കണക്കുകൂട്ടിയുള്ള ലക്ഷ്യത്തോടെ അപ്പൻ്റെ കഴുത്തിലേക്ക്, നെഞ്ചത്തേക്ക് വാമേ സ്തോത്രം കരുതി വെച്ച കത്തിയെടുത്ത് ആഞ്ഞുവെട്ടി. അപ്പൻ ചോരയിൽ പിടയുന്ന അപ്പൻ ശരീരത്തിൽ ബാക്കി വരുന്ന ആ പ്രാണനും കൊണ്ട് വാരി പിടിച്ചുകൊണ്ട് മകൻ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അടുക്കളയിലേക്ക് ഓടിപ്പോയി. പിന്തുടർന്ന് ചെന്ന് ജനിപ്പിച്ച അപ്പനെ 28 വെട്ടികൾ വെട്ടി. സ്തോത്രം തിരുവനന്തപുരം കിളിയൂരുള്ള മകൻ അപ്പനെ കൊന്ന വാർത്ത വിദ്യാഭ്യാസ സമ്പന്നതയുടെ, സാക്ഷരതയുടെ 1-ാം സ്ഥാനം പിടിച്ചു നിൽക്കുന്ന കേരള ജനത ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേൾക്കുവാനിടയായത്. താമരശ്ശേരിയിൽ ട്യൂമർ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് തളർന്നു കിടന്ന അമ്മയെ കൈവിറയ്ക്കാതെ കഴുത്തറുത്തു കൊന്ന മകന്റെ വാർത്ത, ആ കഴുത്തറുത്ത വടിവാളുമായിട്ട് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ഇടമുറിയാത്ത ശബ്ദവുമായി, രക്തക്കറയുമായി, കുറ്റബോധമായി നിൽക്കുന്ന ആ മകന്റെ കാഴ്ച കേരള ജനത കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. കൊടുങ്ങല്ലൂരിൽ മുട്ടക്കറയ്ക്ക് സവാള എറിഞ്ഞുകൊണ്ടിരുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് കോഴിക്കറി ഉണ്ടാക്കിയില്ല എന്ന ഒറ്റ കാരണം പറഞ്ഞ് കറിക്കത്തി പിടിച്ചു വാങ്ങിച്ചിട്ട് അമ്മയെ ബലമായി ചേർത്ത് ഒരു കോഴിയെ കണ്ടിക്കാൻ നിർത്തുന്ന പോലെ നിർത്തി കഴുത്തെറുത്തു കൊന്ന മകന്റെ വാർത്ത ഞെട്ടലോടും പരിഭവത്തോടും ഭയത്തോടും മാത്രമാണ് കേരള ജനത കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടത്. രാത്രി സ്തോത്രം തേക്കൻകാട് മൈതാനത്ത് 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ മുട്ടയിൽ നിന്ന് വിരിയാത്ത 2 പിള്ളേർ ചേർന്ന് വടിവാളിന് വെട്ടിക്കൊന്ന വാർത്ത. അയ്യോ, ഈ പ്രബുദ്ധ കേരളത്തിൽ നമ്മൾ എത്ര ഭയാനകരമായാണ് കേട്ടത്. രാത്രി വീട് വിട്ടിറങ്ങിപ്പോകുന്നു. അപ്പൻ എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ മറുപടിയില്ല. അമ്മ, മകനെ നീ എവിടെ പോകുന്നു? മകനും മകളുമെല്ലാം കണക്ക് തന്നെയാണ്. ചോദ്യത്തിന് മറുപടിയില്ലാതെ വീട്ടിൽ വിട്ടിറങ്ങിപ്പോകുന്നു. അപ്പനും അമ്മയും മക്കളുടെ മുമ്പിൽ ഭയപ്പെട്ട് തലകുനിച്ചു നിൽക്കുന്നു. അസമയം കഴിഞ്ഞ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി തിരിച്ചു വരുന്ന മക്കൾ. സ്തോത്രം, അമ്മയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കുവാൻ ഭയമാണ്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകന്റെ മുമ്പിൽ അമ്മ പറഞ്ഞത്, എൻ്റെ 19 വയസ്സുകാരനായ മകൻ രാത്രി വീട് വിട്ടിട്ട് 12 മണിക്ക് ശേഷമാണ് മടങ്ങി വരുന്നത്. വീട്ടിൽ വരുമ്പോൾ എനിക്ക് അവൻ്റെ മുമ്പിൽ വാതിൽ തുറക്കാൻ പേടിയാ. അവന് 17 വയസ്സായ ഒരു പെങ്ങളുണ്ട്, ഒരു അനുജത്തിയുണ്ട്. അവളുടെ മുമ്പിൽ വാതിൽ തുറന്നു കൊടുക്കുവാൻ എനിക്ക് പേടിയാണ്. കാരണം അവൻ ഞങ്ങളെ വല്ലാതെ നോക്കുന്നു, കാമഭ്രാന്തോടെ നോക്കുന്നു, ഞങ്ങളുടെ ശരീരത്തെ പിച്ച് ചിന്തുവാൻ അവൻ നോക്കുന്നു. അമ്മയെന്നും പെങ്ങളെന്നും മറന്ന് അവൻ സ്തോത്രം ആർത്തിയോടെ, പൈശാചിക ശക്തിയോടെ നോക്കുന്നു. പ്രിയപ്പെട്ടവരെ, തലച്ചോറിൽ തിമിരം ബാധിച്ച വഴിപിടച്ച ഒരു വല്ലാത്ത തലമുറ. അയ്യോ, ഇന്ന് രാത്രി ഇവിടുത്തെ ഭരണകർത്താക്കൾ സർവേ നടത്തുന്നു. ഇന്ന് രാത്രി ഭരണകൂടങ്ങളോടും ഭരണ സംവിധാനങ്ങളോടും ഞാൻ പറയുന്നു, ജപ്പാൻ കുടിവെള്ള പദ്ധതി നമുക്ക് വേണം, മെട്രോ ലൈൻ നമ്മൾ വേണം, എല്ലാ സംവിധാനങ്ങളും വേണം, മെട്രോ സിറ്റികൾ നമുക്ക് വേണം, ഹൈവേ വേണം, പുതിയ പാലം വേണം, പുതിയ കെട്ടിടം വേണം, പുതിയ സെക്രട്ടേറിയറ്റ് പണിയണം, എല്ലാം വേണം. പക്ഷെ ഇതെല്ലാം ഉണ്ടാകുമ്പോഴോ അടുത്ത തലമുറ
ഇതിൻ്റെ മേൽ സമാധാനത്തോടെ വാഴണമെങ്കിൽ ഇന്ന് രാത്രി ഇവിടുത്തെ വികസനങ്ങളുടെ ചൊടിപ്പുകളും പ്രവർത്തനങ്ങളും നടക്കത്തില്ല. മനുഷ്യന്റെ ഉള്ളിൽ വരുന്ന പാപത്തിൽ നിന്ന് ദൈവവിശ്വാസത്തിലേക്ക്, ദൈവകൃപയിലേക്ക് നമ്മുടെ തലമുറ മടങ്ങി വന്നല്ലാതെ ഇതിൽ നിന്നൊരു മാറ്റമുണ്ടാകത്തില്ല. ഇന്ന് രാത്രി സുവിശേഷ പ്രസംഗം ഞാൻ നടത്തുമ്പോൾ എത്ര പേർ ഇന്ന് രാത്രി ആ ചങ്കത്ത് കൈവച്ച് പറയോ, എൻ്റെ ദൈവമേ എൻ്റെ തലമുറയെ രക്ഷിക്കണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും?